ഇന്നാദ്യം പൊതുജനം കഴുതയല്ല സാർ, ഇമ്പാക്റ്റാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമായ HMTയെ കുറിച്ച് പൊതുജനം കഴുതയല്ല സാർ അടുത്തിടെ വിശദീകരിച്ചിരുന്നു. കറണ്ട് ബിൽ അടയ്ക്കാതെ കുടിശ്ശിക പെരുകിയതോടെ HMTയുടെ ഫ്യൂസ് KSEB ഊരിയതായിരുന്നു ആ വാർത്ത. അങ്ങനെ ബില്ലടയ്ക്കാതെ ഫ്യൂസ് പോയ HMTക്ക് പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടം തെളിയുകയാണ്. 30 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക തീർക്കാൻ KSEBക്ക് 5 ഏക്കർ ഭൂമി നൽകാനുള്ള നീക്കം വൈകാതെ നടപ്പാകും. പൊതുജനം കഴുതയല്ല സാറിൽ വന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ചർച്ചകൾ വേഗത്തിലായത്. സ്ഥലം MLA കൂടിയായ വ്യവസായ മന്ത്രി P. രാജീവിന് പ്രശ്നപരിഹാരത്തിൽ നിർണായക പങ്കുണ്ട് എന്നത് പറയാതെ വയ്യ. 2008-2009 കാലഘട്ടത്തിൽ KSEBക്ക് HMT നൽകാനുണ്ടായിരുന്നത് 14 കോടി രൂപയാണ്. ഇതിൽ 8 കോടി രൂപ ഇതിനകം അടച്ചിട്ടുണ്ടെങ്കിലും ബാക്കി 6 കോടി രൂപയ്ക്കൊപ്പം പലിശയും പിഴപലിശയും ഉൾപ്പെടെ 30 കോടി രൂപയാണ് KSEBയിലേക്ക് HMT ഇനി അടക്കാനുള്ളത്. 14 കോടി രൂപ കുടിശ്ശികയുണ്ടായിരുന്നതിൽ 10 കോടി അടച്ചാൽ കണക്കുകൾ തീർക്കാമെന്നായിരുന്നു 2009 KSEBയും HMTയും തമ്മിലെത്തിയ ധാരണ. തുക മുഴുവനായി അടച്ചില്ലെങ്കിൽ 5 ഏക്കർ ഭൂമി KSEBക്ക് വിട്ടു നൽകണമെന്നും ധാരണയുണ്ടായി. കുടിശ്ശിക മുടങ്ങിയതോടെയാണ് KSEB HMTയുടെ ഫ്യൂസ് ഊരിയത്. പിന്നീട് മന്ത്രിതലത്തിൽ നടന്ന അടിയന്തര ചർച്ചകൾക്കൊടുവിലാണ് HMTക്ക് താൽക്കാലികമായെങ്കിലും മുഖം രക്ഷിക്കാൻ സാധിച്ചത്. ഒരു കാലത്ത് തല ഉയർത്തിയിരുന്ന പൊതുമേഖലാ സ്ഥാപനം നാണക്കേടിലേക്ക് പോയ നടപടിയായിരുന്നു അത്. HMTയുടെ കൈവശമുള്ള 5 ഏക്കർ ഭൂമി KSEBക്ക് നൽകുന്നത് സംബന്ധിച്ചുള്ള മുൻധാരണ നടപ്പാക്കാൻ കഴിയുമെന്നാണ് മാനേജ്മെന്റ് നിലവിൽ സ്വീകരിച്ച നിലപാട്. സർക്കാർ തലത്തിലുള്ള ചർച്ചകളും ഇതോടെ വേഗത്തിലായി. കുടിശ്ശികയുണ്ടായിരുന്നു, അതിൽ 30 ലക്ഷം അടച്ചു. അപ്പോൾ ബാക്കിയുള്ളത് തരാൻ വേണ്ടി ഒരു പ്രപ്പോസൽ പറഞ്ഞു. അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നേ ഉള്ളൂ. ഇന്ന് അവരൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. അത് KSEBയുടെ ഒരു ചർച്ച കഴിഞ്ഞിട്ടില്ല. അത് ചർച്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ ദോഷവും ഗുണവും ഒക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ടേ ഒരു തീരുമാനമുള്ളൂ. ചർച്ചകൾക്കും തുടർ നടപടിക്കും ഫലമുണ്ടായാൽ KSEBയും HMTയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായുള്ള HMT കടുത്ത പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ പ്രതിസന്ധികൾക്കിടയിൽ KSEB പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ കൂടി ഏറ്റെടുത്തു പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് HMT മുൻപ് നൽകിയിട്ടുള്ള വാഗ്ദാനം നിറവേറ്റുന്ന തരത്തിലുള്ള തീരുമാനത്തിലോട്ട് HMT ചെയർമാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സ്ഥലം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഭൂമി വിട്ടു നൽകാനുള്ള നീക്കം വിജയിച്ചാൽ താൽക്കാലിക പ്രതിസന്ധിയിൽ നിന്ന് HMTക്ക് കരകയറാം. KSEBയുമായുള്ള കരാർ സംബന്ധിച്ച് HMTയിലെ കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടന ദുരൂഹത സംശയിക്കുന്നുണ്ട്. വൻതുക കുടിശ്ശിക നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് മറ്റെല്ലാ മാസങ്ങളിലും വൈദ്യുതി ബില്ലടക്കാൻ സാധിച്ചതെന്ന സാധാരണ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മറുപടി പക്ഷേ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനിടെയാണ് ഭൂമി KSEBക്ക് നൽകാനുള്ള സമവായ ചർച്ചകൾ തകൃതിയായി നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.